ഇമാം മാലിക് റഹിമഹുള്ളയാണ് മാലിക്കി മദ്ഹബിൻ്റെ ഒന്നാമത്തെ ഇമാമായി ഗണിക്കപ്പെടുന്നത്. ഉസൂലുകളിൽ അബൂ ഹനീഫ ഇമാമിൻ്റെയും അതേപോലെ മറ്റു മദ്ഹബുകളുടെയും ഒക്കെ അസ്ലുകളിൽ നിന്ന് ചില മേഖലകളിൽ സ്വാഭാവികമായും മാലിക്കി മദ്ഹബിന് ചില വ്യത്യാസങ്ങൾ ഉണ്ട്. 4 മദ്ഹബുകളും അസ്ലുകളിലാണ് അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടാവുക. ആ അസ്ലിൽ നിന്നാണ് പിന്നെ ഒരുപാട് ഫർഅകൾ പിന്നീട് ഉണ്ടായി വരിക. ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഒരുപാട് അനുബന്ധ മസ്അലകൾ ഹുക്മുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 6 കാരണങ്ങൾ. ഈ 4 ഇമാമുമാർ തമ്മിലോ ഇനി അതല്ലാത്ത മറ്റ് ഇമാമികൾ തമ്മിലോ എങ്ങനെയാണ് വീക്ഷണ വ്യത്യാസം ഉണ്ടാകുന്നത്, എന്താണ് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ, അത് 6 തരത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് വിശദമായ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ അത് സ്വാഭാവികമായും അബൂ ഹനീഫ ഇമാമും ഇമാം മാലിക്കും തമ്മിലൊക്കെ ആ വീക്ഷണ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മദ്ഹബിൻ്റെയും അടിസ്ഥാന അവലംബമായി അദ്ദേഹം സ്വീകരിച്ചത് 1 വിശുദ്ധ ഖുർആൻ തന്നെയാണ്, 2 ഹദീസുകൾ, 3 ഇജ്മാഅ്, 4 ഖിയാസ്. അത് തന്നെയാണ് മാലിക്കി മദ്ഹബിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളായി 2 അടിസ്ഥാന പ്രമാണങ്ങളും 2 അനുബന്ധ പ്രമാണങ്ങളുമായി 4 കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾക്ക് ഒരു വേള ചിലപ്പോൾ ഇജ്മാഇനേക്കാൾ പ്രാമുഖ്യം നൽകുന്ന ചില ഏരിയകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഹനഫി മദ്ഹബിലും പറഞ്ഞു. അത് മുതവാത്തിർ അല്ലാത്ത അഹാദായ ഹദീസുകൾ അറിയാലോ. മുതവാത്തിർ പറഞ്ഞാൽ എന്താണ്? സംഘമായി കൈമാറി പോന്ന ഹദീസ്. നബിയിൽ നിന്ന് ധാരാളം സ്വഹാബിമാർ കേട്ടു, പല സ്വഹാബത്തിൽ നിന്ന് ഒരുപാട് താബിഈങ്ങൾ കേട്ടു, പല താബിയിൽ നിന്ന് ഒരുപാട് താബികൾ കേട്ടു. അങ്ങനെ വലിയ സംഘം കൈമാറി പോന്ന ഹദീസുകൾക്കാണ് ഹദീസ് മുതവാത്തിർ എന്ന് പറയുക. എത്ര ആള് വേണം എന്നതിൽ അഭിപ്രായ ഐക്യം പണ്ഡിതന്മാർക്കിടയിൽ ഇല്ല. ഒരു ഹദീസ് മുതവാത്തിറാവാൻ ഓരോ ഘട്ടത്തിലും എത്ര ആൾ വേണം? അത് നബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇമാം മാലിക്കാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ നബി മുതൽ ഇമാം മാലിക് വരെയുള്ള ആ ഓരോ ഘട്ടത്തിലും ഇത് ക്രോഡീകരിച്ചും രേഖപ്പെടുത്തി വെച്ചത് വരെയുള്ള ഘട്ടം, അതാണ് ഒരു സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. എന്നാണോ ഈ ഹദീസ് കിതാബിലേക്ക് ക്രോഡീകരിച്ചത്, അപ്പോൾ ഇമാം മാലിക് അല്ലെങ്കിൽ അതേപോലെ ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവരൊക്കെ ക്രോഡീകരിച്ചവരാണ്. അതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഉള്ള എണ്ണമാണ് പരിഗണിക്കപ്പെടുക. ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തിന് വലിയ പ്രസക്തിയില്ല. ക്രോഡീകരിച്ചാൽ അത് രേഖയായി കിതാബിൽ എഴുതി വെച്ച് കഴിഞ്ഞു. പിന്നെ ആ കിതാബിൽ നിന്ന് പഠിപ്പിച്ചും അത് കൈമാറി പോരുന്നു. എന്നാലും ആ സനദ് അങ്ങനെ കൈമാറി പോരാറുണ്ട്, അതവിടെ മുറിയുന്നില്ല. അപ്പം ഇമാം ബുഖാരിയോട് കൂടി സനദ് അവസാനിക്കുന്നില്ല. ഇമാം ബുഖാരിയിൽ നിന്ന് പിന്നെ അത് കേട്ട് പഠിച്ച ആളുണ്ടാവും, അവിടെ നിന്ന് പിന്നെ കേട്ട് പഠിച്ച ആളുണ്ടാവും. അങ്ങനെ ഇന്നും ലോകത്തിൽ കൈമാറി പോരുന്നുണ്ട്. അത് ഈ ഉമ്മത്തിൻ്റെ ഒരു സവിശേഷതയായി പണ്ഡിതന്മാർ അത് കണ്ണിമുറിയാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം ഇതൊന്നും പരിഗണിക്കൂല. അപ്പം മുത്തവാത്തിർ അതിന് ശേഷം വന്ന അതിൽ 4 ആളായി 2 ആളായി, അതുകൊണ്ട് മുത്തവാത്തിറിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ക്രോഡീകരിച്ച കാലം വരെയുള്ള നബിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വഹാബി മുതൽ ഇങ്ങോട്ട് ഇത് ക്രോഡീകരിച്ച കാലം വരെയുള്ള ഘട്ടങ്ങളിൽ ഓരോ ഘട്ടത്തിലും എത്ര പേർ ഉദ്ധരിച്ചു എന്നതാണ് ഇത് പരിഗണിക്കുക. അപ്പം ചിലപ്പോൾ നബീന്നൊരു ഹദീസ് ഒരുപാട് സ്വഹാബികൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നബി മിമ്പറമെന്ന് പറഞ്ഞു. മിമ്പറെന്ന് പറഞ്ഞാൽ അവിടെ കൂടെ എല്ലാവരും ആ ഹദീസ് കേൾക്കും. അപ്പം ചിലപ്പോൾ 50, 100, 200, 500 സ്വഹാബിമാർ ആ ഹദീസ് നബീന്ന് കേൾക്കും. ചില ഹദീസ് നബി ഞങ്ങൾ സ്വഹാബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ പറഞ്ഞതായിരിക്കും. അപ്പം മുആദ് പറഞ്ഞ ഹദീസ് കാണാം, കുന്തു റദീഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ ലഹു, നബിയുടെ കഴുതപ്പുറത്ത് നബിയുടെ കൂടെ ഞാൻ സഹയാത്രികനായി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ നബി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ആകെ കേൾക്കുന്നത് മുആദ് മാത്രമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ കേൾക്കുക. അപ്പോൾ ചില ഹദീസ് ഒരാൾ മാത്രം കേൾക്കും. നബീന്ന് ഒറ്റ ആൾ, ആ സ്വഹാബിന്ന് ഒറ്റ താബിഈ, ആ താബിഈന്ന് ഒറ്റ താബിഈ, അങ്ങനെ വന്ന ഹദീസുകളും ഉണ്ട്. ഉദാഹരണം പറയാൻ പറ്റുമോ? 30 ഹദീസ് പഠിച്ചപ്പോൾ അതിൽ ഒരു ഹദീസ് അങ്ങനെയായിരുന്നു. 30 ഹദീസ് പഠിച്ചല്ലോ, അതിൽ നമ്മൾ പഠിച്ച ഒരു ഹദീസ് അങ്ങനെയായിരുന്നു. ആരാ പറയാ? പഠിപ്പിച്ചത് കാര്യം ഉണ്ടാക്കണമല്ലോ. പഠിക്കാൻ നെയ്യത്തുണ്ടെങ്കിൽ കിട്ടും. അല്ല, പഠിക്കാൻ നെയ്യത്തുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടും. ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നബീനെ അത് ഉദ്ധരിച്ചത് ഉമർ ഖത്താബ് മാത്രം, ഉമർ ഖത്താബിന് അൽഖമ മാത്രം, അൽഖമിന് സയ്യിദ് മാത്രം. ഇങ്ങനെ ഓരോ പരമ്പരയിലും അതിന് ഒരാൾ മാത്രമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്.
പക്ഷെ അത് മുസ്ലിം ലോകം അംഗീകരിച്ച് പോന്നു. അപ്പൊ ചില ഹദീസുകൾ അങ്ങനെ ഉണ്ടാവും. ചില ഹദീസുകൾ ഒരുപാട് ആളുകൾ ഉദ്ധരിക്കുന്നു. നബിയിൽ കുറേ സ്വഹാബിമാർ, ആ പല സ്വഹാബിമാരിൽ നിന്നായി വ്യത്യസ്തങ്ങളായ താബിഈങ്ങൾ, അവരിൽ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായ താബികൾ, അങ്ങനെ സംഘമായി കൈമാറിപ്പോയ ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുക. അപ്പം മുത്തവാത്തിറാവാൻ ഓരോ ഘട്ടത്തിലും എത്ര പേര് വേണം, അതിൽ അഭിപ്രായ ഐക്യമില്ല പണ്ഡിതന്മാർക്കിടയിൽ. ചിലർ പറഞ്ഞു 100 പേര് ഉണ്ടെങ്കിലേ മുത്തവാത്തിറാവുള്ളൂ. അതിനൊരു മാനദണ്ഡം പറഞ്ഞത്, ഒരുമിച്ച് കൂടി കളവ് പറയാൻ സാഹചര്യമുണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ എല്ലാവരും കൂടി പറഞ്ഞാൽ ഒരു കാര്യം മുത്തവാത്തിറാവൂല. കാരണം പ്ലാൻ ചെയ്ത് പറയാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടല്ലോ, ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ, ഒരു കൂട്ടായ്മയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള ആളുകൾ, അവരൊക്കെ വേണമെങ്കിൽ ഒന്ന് യോഗം വിളിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ വിഷയം വരാണ്ട്, അപ്പോൾ ആര് ചോദിച്ചാലും ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ 1000 ആൾ കൂടിയാലും ഓലൊക്കെ ഒരേ ഉത്തരം പറയും. അത് മുത്തവാത്തിറല്ല. എന്നാൽ ഒരു ഹദീസ് മക്കയിൽ നിന്നൊരു ഒരാൾ ഉദ്ധരിക്കുന്നു, അതേ ഹദീസ് ഇറാഖ് പോയപ്പോൾ അവിടെ ഹദീസ് മറ്റൊരു പരമ്പര വന്നിട്ടുണ്ട്, അതെന്നെ ബസറി വേറൊരാൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അതിനെ ഈജിപ്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പല ഭാഗത്ത് അവിടെയൊക്കെ ഇതേ ഹദീസുണ്ട്. അപ്പം ഇവരൊക്കെ പാട് ഒരുമിച്ച് കൂടി കളവ് പറയുക എന്നുള്ളത് സംഭവ്യമല്ല അക്കാലത്ത്. ഇന്നതും പറ്റൂല. ഇന്ന് വാട്സപ്പ് ഒന്നുകൂടി പിന്നെ അതിർത്തില്ല. ലോകത്ത് എവിടെയുള്ള മനുഷ്യന്മാർക്ക് 8 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അയക്കുന്ന ആഡ് ചെയ്തിട്ട് നിർദ്ദേശം കൊടുക്കാം, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ഇന്നത്തെ സംഗതി പരിഗണിക്കപ്പെടുകയില്ല. അപ്പം കളവിന്മേൽ യോജിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു എണ്ണം ആളുകൾ ഉദ്ധരിക്കുക. ഇപ്പം ചിലർ പറഞ്ഞ് 100 ആളുണ്ടായാൽ മുത്തവാത്തിറാവുള്ളൂ. അപ്പം എല്ലാ ഘട്ടത്തിലും 100 ആൾ വേണം. 100 സഹാബി, 100 താബി, 100 താബി ഇങ്ങനെ വരും മിനിമം. അപ്പോൾ ഒരു സ്ഥലത്ത് 90 ആളായി. അപ്പോൾ ഹദീസ് മുത്തവാത്തിറാവില്ല അവരെ കണക്ക് പ്രകാരം. ബാക്കി എല്ലായിടത്തും 100 ഉണ്ട്. ഒരു ഘട്ടം വന്നപ്പോൾ താബിൻ്റെ അവിടെ, താബിയുടെ അവിടേക്ക് 90 80 ആളുള്ളൂ എങ്കിൽ അവരെ കണക്ക് പ്രകാരം ഹദീസ് മുത്തവാത്തിറല്ല. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് 70 ആൾ വേണം എന്നാണ്. 70 ആളുണ്ടായാൽ മുത്തവാത്തിറാവും. എന്നാൽ മറ്റു ചില പറഞ്ഞ് 70 വേണ്ട, 40 ആളുണ്ടായാൽ മതി, അതല്ല 30 ആളുണ്ടായാൽ മതി, 10 ആൾ വരെ പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞ എണ്ണമല്ല പ്രധാനം, ഒക്കെപ്പാടെ കൂടി കളവ് പറയാൻ സാധ്യത ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ മുത്തവാത്തിറായ ഹദീസാണ് എന്ന് ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒരേപോലെ അംഗീകരിച്ച ഹദീസ് എന്നത് ഒറ്റ ഒന്നുമില്ല. എല്ലാവരും അംഗീകരിച്ചത് ഒറ്റ ഹദീസും ഇല്ല. കാരണം എത്ര പറഞ്ഞാലും അതിനേക്കാൾ മേലെ എണ്ണം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കണക്കിന് ഇത് മുത്തവാത്തിറല്ല. മുത്തവാത്തിറാണ് എന്ന് മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതാണ് നബിയുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തലവൻ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. 232 പരമ്പരയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്വഹീം വഴീഫും ഒതുവെക്കേണ്ടതിൽ മൊത്തം 232 പരമ്പര. അതിൻ്റെ എല്ലാ പരമ്പരയും ക്രോഡീകരിച്ചുകൊണ്ട് കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഹിജ്റ 310 മരണപ്പെട്ട ഇമാം തൊബരിയാണ് ആദ്യമായി അതിൻ്റെ എല്ലാ സനദും ക്രോഡീകരിച്ച് കിതാബ് എഴുതിയ ആൾ. പിന്നീട് ഇമാം തൊബരിക്ക് കിട്ടാത്ത വേറെ കുറെ സനദുണ്ട് എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് പലരും അതിൻ്റെക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റു വ്യത്യസ്തമായ സനദുകൾ ചേർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായ ആ വിശുദ്ധ രചിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ കണ്ടത് 232 സനദുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടുവെന്നാണ്. അതിൽ സ്വഹീഹ് ഉണ്ടാവും, വഴീഫ് ഉണ്ടാവും, മൗദൂഅൊക്കെ ഉണ്ടാവാം, പക്ഷേ ടെക്സ്റ്റ് ഒന്നാണ്. അത് നബിയിൽ നിന്ന് ഉദ്ധരിച്ച് 70 സ്വഹാബിമാരാണ്. 70 സ്വഹാബിമാർ ഈ ഹദീസ് നബിയിൽ നിന്ന് കേട്ടു, നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം 100 ആൾ വേണം എന്ന് വാദിച്ച ആളെ കണക്കിന് ഈ ഹദീസ് മുത്തവാത്തിറല്ല. കാരണം സ്വഹാബിന് അവിടെ 70 ആളേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂരിപക്ഷം ആളുകളും മുത്തവാത്തിർ എന്ന് പറഞ്ഞത് ഒരു ഹദീസാണുള്ളത്. എന്നാൽ ചെറിയ ചില സംഘങ്ങളൊക്കെ മുത്തവാത്തിർ എന്ന് പറഞ്ഞ വേറെ ഹദീസുകളുണ്ട്. ചിലത് പറയും മൈനാഹു മുത്തവാത്തിർ പറയും, ഹദീസ് മുത്തവാത്തിറല്ല, പക്ഷേ ആശയം മുത്തവാത്തിറാണ്. കാരണം ഇതേ ഹദീസ് മറ്റു സ്ഥലത്തിൽ വന്നു, അവിടെ പദത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, അത് വേറെ ഹദീസായിട്ട് പരിഗണിക്കുക, അപ്പം നീ ചേർത്തി വെക്കൂല. എന്നാൽ ഇതൊക്കെ ഇവിടെ വെക്കുമ്പോൾ എല്ലാത്തിനെയും ആശയം ഒന്നായതുകൊണ്ട് ആശയം മുത്തവാത്തിറാണ്, എന്ന പദം മുത്തവാത്തിറല്ല എന്ന് പറയും. അത് പണ്ഡിതന്മാരുടെ സാധാരണ ഒരു ശൈലിയാണ്. അപ്പം മുത്തവാത്തിറായി കഴിഞ്ഞാൽ അതിന് ബലം കൂടും എന്നതിന് സംശയമില്ല. ഇത്രയും ആളുകൾ ഒന്നിച്ചുദ്ധരിച്ചാൽ എന്തായാലും അതിന് ബലം കൂടുതലാണ്. അപ്പം മുത്തവാത്തിർ അല്ലാത്തതാണ് ആഹാദ് എന്ന് പറയാം. പ്രമാണമാണ്. മുത്തവാത്തിർ ആവട്ടെ ആഹാദ് ആവട്ടെ തെളിവാണ്, പ്രമാണമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബലം കൂടുതലാണ്. കാരണം ഒരാൾ പറഞ്ഞാൽ സ്വീകരിക്കാം, എന്ന സ്ഥാനത്ത് 100 ആൾ പറഞ്ഞാലോ
ഞാൻ സംശയിക്കാനില്ലല്ലോ. അപ്പൊ അതിന് ബലം കൂടി, മറ്റിന് ബലം കുറവില്ല. മറ്റിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ അതിന് ബലം കൂടി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു, അതിന് കുറച്ച് ശക്തി കൂടുതലാണ്. ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു പറഞ്ഞാൽ പിന്നെ ഇനി മറ്റേ ആലോചിക്കാനില്ല എന്നതിന് മനസ്സിലാക്കാം. അതൊക്കെ അധിക യോഗ്യതകളായി പരിഗണിക്കപ്പെടും.